പക്ഷേ ആരോഗ്യത്തിൽ അടിക്കും മുൻപ് എനർജി വേണോ? എങ്കിൽ TVA കശുവണ്ടി കഴിക്കൂ. TVA presents TVA കാഷ്യൂ വൈന്, TVA കാഷ്യൂ TVA cashew pro. TVA കാഷ്യൂ സ്നാക്ക്, കാഷ്യൂ മിൽക്ക്. TVA cashew. ഗാങ്സ്റ്റർമാരുടെ ക്ലാസ്. നിങ്ങളുടെ ആരോഗ്യത്തിന്റെ ബോസ്. ബ്രാൻഡായ അടിക്ക് മുന്നേ ആയിരുന്നു. എനിക്ക് ഓൾറെഡി ഞാൻ പറയട്ടെ, മറ്റേ ഇവരുടെ റിപ്പോർട്ടറിന്റെ റിപ്പോർട്ടർ TV ആണോ ഇത് നടത്തുന്നേ? ഈ കളി ഓർഗനൈസ് ചെയ്യണ എന്തോ അതിന്റെ മാർക്കറ്റിംഗ് എന്തോ ആണോ? എനിക്ക് ഇതിന്റെ ടിക്കറ്റ് ഗീവ് അവേ വന്നായിരുന്നു. നിങ്ങൾക്ക് ടിക്കറ്റ് തരുന്നേ അവരെന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഫുട്ബോളിനെ കുറിച്ച് ഏക്കും പോക്കും അറിയാത്തോണ്ടാണ് ഞാൻ അത് കൊളാബിടാത്തത്. സത്യം പറയാലോ, എന്നോട് ചോദിച്ചുകൂടായിരുന്നാണ്. എനിക്കത് ഒരു 3-4 ദിവസം മുമ്പ് വന്നായിരുന്നു. സ്പോൺസേഴ്സ് ആണ്. എനിക്കൊരു 3-4 ദിവസം മുമ്പ് അവരൊരു നമ്മുടെ ഓഡിയൻസിന് കുറച്ച് പേർക്ക് എന്തോ ടിക്കറ്റ് ഗീവ് അവേ എന്നുള്ളൊരു സംഭവം വന്നായിരുന്നു. ഞാൻ പറയട്ടെ, എനിക്ക് ഫുട്ബോളിനെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാ. സീരിയസ് ആയിട്ട് സത്യം പറഞ്ഞ എനിക്ക് ഫുട്ബോളിനെ പറ്റി ഒന്നും അറിയാത്തോണ്ടാണ് ഞാൻ അത് എടുക്കാഞ്ഞത്. മനസ്സിലായ? എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഞാൻ എന്തു വന്ന് പറയും? ഞാൻ മെസ്സിനെ പറ്റി പറയുമ്പോ നിങ്ങൾ അപ്പോഴേ കമന്റ് ബോക്സിൽ എന്നെ തുപ്പി എറിയും. ടിക്കറ്റ് കിട്ടുന്ന പറഞ്ഞ ആര് പറയാൻ? എന്നാലും മെസ്സി ഹേറ്റേഴ്സ് ഉണ്ടാവൂലേ? അവരെന്നെ മെഴുകൂലേ? ഇല്ല, ഹേറ്റേഴ്സ് ഒന്നും ഉണ്ടാവില്ല. ഞാൻ ഒരു ക്രിസ്ത്യാനോ ഫാനാണ്. ഹേറ്റർ ഒന്നും ഉണ്ടാവില്ല. അത് നിന്നെ പോലല്ലോ ബാക്കിയാണ്. ഇവിടെ പുള്ളിയെ പറ്റി ഇത് പറയണ എത്ര പേര് ചാറ്റിലുണ്ട്? അതുണ്ട്, സമ്മതിച്ചു. പക്ഷെ ടിക്കറ്റ് കിട്ടുന്ന പറഞ്ഞ ആരൊന്നും പറയില്ല. ആണോ? വാട്ടർ ബോട്ടിലാടാ. ഇത് BGMI തന്നാടാ. BGMI യു ചീറ്റ് എന്ന് കണ്ടില്ലേ? ഞാൻ ചോദിക്കാം അത് ഉണ്ടോന്ന് ചോദിക്കാം. ഉണ്ടെങ്കിൽ ഞാൻ എടുക്കാം കൈസ്. ഉണ്ടെങ്കിൽ ഞാൻ എടുക്കാം. എനിക്ക് അറിയാത്തോണ്ടാണ്. ഞാൻ എൻ്റെ ഒരു ഫീൽഡ് അല്ലാത്തോണ്ടാണ് ഞാൻ അങ്ങനെ പിന്നെ ഗീവ് അവേസ് അധികം ചെയ്യാറില്ലല്ലോ. മനസ്സിലായോ? അതുകൊണ്ടാ, വേറെ ഒന്നല്ല. ഞാൻ നോക്കാം. ഡൂയിങ് പ്രൊട്ടസ്റ്റ് ഇൻ USA to stop India from testing nukes. Hell, I never failed to so. Just last week, POV, your country's intelligence is too goated that even CIA couldn't find the plan to set a nuclear weapon. India conducted a series of nuclear explosive tests, reminding us that technology is not always a force for good. India's action threatens the stability of Asia and challenges the firm international consensus to stop all nuclear testing. So again, I ask India to halt its nuclear weapons program and join the 149 other nations that have already signed the Comprehensive Test Ban Treaty. ഇത് പഴയ വീഡിയോ എന്താണോ ഇത്? ചാറ്റില് എന്തിനാ സ്കിപ്പ് ആക്കണേന്ന്? സ്കിപ്പ് ആക്കണ്ടെന്നില്ലല്ലോ. നമ്മുടെ രാജ്യത്തിന്റെ ഒരു ആ ഒരു പവർ കാണിക്കുന്ന ഒരു അത്രേ ഉള്ളൂ. അല്ലാതെ അതിന്റെ അപ്പുറത്തോട്ട് വേറെ ഇതായിട്ട് കാണണ്ട. അത്രേ ഉള്ളൂ. 13 years ago, a game was launched where everything is made up of blocks and you can build anything that you want. Its only limit is your imagination, with no rules to follow. It's adventurous. Still today, played by billions of players. Yes, I am talking about the most popular game of 21st century, Minecraft. വേൾഡിലെ ഞാൻ പറയാം ഗൈസ്, ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉള്ള ഗെയിമിംഗ് വീഡിയോസിൽ ഒരു കോണ്ടന്റ് ആണ് മൈൻക്രാഫ്റ്റ്. നിങ്ങൾക്കൊരു ഇന്റർനാഷണൽ റെക്കഗ്നൈസേഷൻ ഉള്ള ചാനല്, ഇപ്പം നമ്മൾ സംസാരിക്കാതെ ചെയ്യുന്ന കോണ്ടന്റ്സ് ഉണ്ടല്ലോ, അങ്ങനത്തെ കോണ്ടന്റ്സ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ദ ബെസ്റ്റ് ഗെയിം ഈസ് മൈൻക്രാഫ്റ്റ് ഗ്ലോബലി അത്ര അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഗെയിമാണ്. ഈ ഗെയിമിനാണ് മോസ്റ്റ് ഓഫ് ദ ഗെയിമിംഗ് വീഡിയോസിൽ ടോപ്പ് വ്യൂസ് നിൽക്കുന്ന കുറേ ചാനലുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് മൈൻക്രാഫ്റ്റ് കോണ്ടന്റ്സാ. ടോപ്പ് നോച്ച്, പ്ലീസ് ഡോണ്ട് ഡൈ വിത്തൗട്ട് ട്രൈങ് ഇറ്റ്. ടെക്നോബ്ലേഡ് കുറെ പേര് ടെക്നോയെ മെൻഷൻ ചെയ്യുന്നുണ്ട് ചാറ്റില്.
the sound when sodium mixed with water. Probably throw it that way, huh? Yeah, throw it that way. Good twisting. All right, ready? 3, 2, 1. കാത്തിരിക്കുന്നു. താഴത്തെ ഇമോജി. അതെ, എന്ത് മനോഹരമായിട്ടാണ് അവൻ എന്നെ മൂഞ്ചിച്ചത്. സത്യം എല്ലാരും ഞാൻ വലിയ ഇരിക്കുക. I see an amazing place. Feels like a dream. A place of many wonders. And full of life. I open my eyes. Earth is our Pandora. ഓ സലമ ഐലേസ ദീവെടുത്തമ്മന്റെ സ്മോൾ ആടനാണോ? അതാരാ? ഞാൻ ഈ ഡബിങ് വീഡിയോസ് കാണാറില്ല. ഈ കൂട്ടുകെട്ടിനെ കുറിച്ചൊരു വാക്ക്. വിരാടം. കോംബോ. ഇങ്ങനെ എങ്ങോട്ടൊക്കെയാണ് അടിക്കണല്ലേ? പണ്ടും ഗൈസ് ഞാൻ പറയട്ടെ, നമ്മള് കൊച്ചിയിലൊക്കെ ക്രിക്കറ്റ് കാണുമ്പോൾ വേറെ രാജ്യത്തെ ആൾക്കാരുടെ അടുത്ത് നമുക്ക് റിവലറിയാ. അതായത് കൊച്ചിലത്തെ സമയത്ത് ഡിവിലേഴ്സ് ആവും, അല്ലെങ്കിൽ ഇങ്ങനെ ആള് വരുമ്പോൾ ഔട്ട് ആവണമെന്നൊക്കെ പ്രാർത്ഥിക്കണ ഒരു ടൈം ഉണ്ടായിരുന്നു എൻ്റെയൊക്കെ കൊച്ചിയിൽ ക്രിക്കറ്റ് കാണുന്ന സമയത്ത്. പക്ഷെ അന്ന് ഇന്നും ഭയങ്കര റെസ്പെക്ട് തോന്നിയിട്ടുള്ള ഇതുപോലത്തെ കുറച്ച് പ്ലേയേഴ്സേ ഉള്ളു എനിക്ക്. അതിൽ ഒന്ന് ഡിവിലേഴ്സ് ആണ്, പറയാതിരിക്കാൻ വയ്യ. എൻ്റെ അമ്മ IPL വന്നപ്പോഴത്തേക്കിന് പുള്ളിയോടുള്ള ആരാധന അങ്ങ് കൂടി. IPL മുമ്പേ ക്രിക്കറ്റ് എനിക്ക് ഗെയിലാണ്. ഗെയിലൊക്കെ ഗെയിലിന് കുറെ പേരുണ്ട്, അങ്ങനെ കുറെ പേരുണ്ട്. ഗെയിലുണ്ട്, വാർണർ ഉണ്ട്, അതെ വാർണർ ഉണ്ട്, പിന്നെ ആരാ, ആൻഡ്രി റസൽ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല, എന്നാലും ഞാൻ പറയാണ്, പണ്ടത്തെ മാച്ച് സച്ചിന്റെ ഒക്കെ കളിയൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴും അതുപോലത്തെ ഒരു ബോളറിനെ വേറെ കാണാൻ പറ്റിയിട്ടില്ല. ഷോയിബ് അക്തർ. എന്തൊരു സാധനം അവിടെ വരണേ എന്ന് വെച്ചാൽ, പണ്ട് അത്രയും ടെക്നോളജിക്കലി അഡ്വാൻസ്മെന്റ് ഇല്ലാത്ത സമയത്ത് പോലും പുള്ളിയുടെ ബോളിന്റെ സ്പീഡ് നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ ആ സൗണ്ടിൽ അറിയാൻ പറ്റുമായിരുന്നു. മനസ്സിലായോ? എന്നുവെച്ചാൽ ഷോയിബ് അക്തറിനെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ കുറെ പേരും മറ്റേ പാകിസ്ഥാൻ അല്ലേ എന്നൊക്കെ പറയും. സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള ഒരാളും ക്രിക്കറ്റിനെ രാജ്യം വെച്ച് ഡിവൈഡ് ചെയ്യൂല. എന്നുവെച്ചാൽ സ്കിൽസ് പറയുമ്പോൾ രാജ്യം വെച്ച് ഡിസ്ക്രിമിനേറ്റ് ചെയ്യണത് കുണ്ണാളാണെന്ന് ഞാൻ പറയത്തുള്ളൂ. പക്ഷെ പുള്ളിയുടെ അന്നത്തെ കളി എൻ്റെ പൊന്നോ, അതൊരു സാധനമാണ്. മക്കെല്ലാം അങ്ങനെ ഞാൻ ഡൈഹാർഡ് ധോണി റെയ്ന ഫാനാണ്. എന്റെ ഓൾ ടൈം 2 ഫേവറേറ്റ് പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ റെയ്നയും ധോണിയാണ്. മനസ്സിലായേ? ബാക്കി എല്ലാ ലെജൻസ് ആയിട്ടുള്ളവരും ഭയങ്കര റെസ്പെക്ട് എനിക്ക്. പക്ഷെ എന്തോ ഒരു ഫേവറേഴ്സ് എനിക്ക് ധോണിയോടും CSKയോടും ഉണ്ട്. അത് എന്റെ ഫേവറേറ്റ് പ്ലെയർ സുരേഷ് റെയ്നയാണ്. പിന്നെ ധോണിയോട് എനിക്ക് മാഡ് റെസ്പെക്റ്റും ഇഷ്ടമാണ്. റെയ്ന വന്നിട്ട് ഇത് ബൈസ് വെക്കുമ്പോ സൂപ്പർ ആയിട്ട് എടാ, എന്ത് കിടില ഫീൽഡർ ആണ്, എന്ത് കിടില ബാറ്റ്സ്മാൻ ആണ്, എന്ത് കിടില സ്പിന്നർ ആണ്, ബൗളറാണ്. എല്ലാം ഉണ്ട് ഫുള്ളി പാക്ഡ് ആണ്. എല്ലാരും വന്നിട്ട് ഒരു ടൈം കഴിഞ്ഞിട്ട് എല്ലാരും വന്നിട്ട് കളിയൊക്കെ ആയിരുന്നു, കുറച്ച് തടി വെച്ച് കല്യാണം കഴിഞ്ഞിട്ട് ശേഷം. പക്ഷെ എന്നാലും പുള്ളിന്റെ ക്യാച്ച് ഒരു രക്ഷയുമില്ല. നമ്മള് ക്രിക്കറ്റ് പറഞ്ഞാൽ ഞാൻ ക്രിക്കറ്റ് പറഞ്ഞോണ്ടേ ഇരിക്കും. Suddenly they end. ഇതെന്ത് ഇതുവരെയുള്ള വീഡിയോ? ഹലോ, കഴിഞ്ഞ ഇത്രയുള്ളല്ലോ. ഇത് ലോഡാവാത്തയാണോ? ലോഡാവാത്ത
എന്റെ അമ്മോ, അവരൊക്കെ അല്ലേ ശരിക്കും ഹീറോസ് അല്ലേ? എന്തൊക്കെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് വന്നതാണ് അവര്. പിന്നല്ല, എല്ലാരതും കൊല്ലംകാരുടെ കുറ്റം പറയാൻ വേണ്ടിട്ട് കുറെ പേരുണ്ടായിരുന്നു. നമ്മളിതൊക്കെ ട്രോളാൻ വേണ്ടി പറയാം, പക്ഷെ ഇതൊന്നും ആരും എടുത്ത് പറയാറില്ലല്ലേ. പ്രൗഡ് മൊമെന്റ്. ഇത് പ്രളയം നടന്ന സമയത്തല്ലേ? പ്രളയം ഏത് 2018 അല്ലേടാ? 18. ഇപ്പൊ എത്ര വർഷമായി? 7 വർഷമായല്ലേ? 7 വർഷം. എന്റെ അമ്മോ. അന്നേരം മോനല്ലേ ജയിപ്പിച്ചത് ധോണി. അവസാന കാത്തിരിക്കുന്നില്ലേ നമ്മള്? ആവേശം അത് ഇന്ന് പറഞ്ഞറിയിക്കാൻ വിഷമം. എന്നിട്ട് പോയി 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 എന്ന് പറഞ്ഞാണ് ധോണി ആ സിക്സും കടിച്ച്. എന്റെ അമ്മോ. ഇത് ലൈവ് കണ്ടാറുണ്ടോ ഗൈസ് ഇവിടെ? എന്റെ അമ്മോ. എടാ ഇപ്പൊ ഇരുന്ന് പുള്ളിയെ തൊഴേന്ന് അതൊക്കെ പറയാൻ ആൾക്കാരെ അന്ന് ജനിച്ചിട്ട് കൂടി ഉണ്ടാവൂല, ജനിച്ചിട്ട് കൂടി. ഇത് ലൈവ് കണ്ടവർക്ക് അറിയാം ഇതിന്റെ രോമാഞ്ചം എന്തായിരുന്നു. എന്റെ അമ്മോ, ഇപ്പോഴും എനിക്ക് പറയാതിരിക്കാൻ വയ്യ ഗൈസ്, സത്യം. ഇപ്പോഴും എനിക്ക് ഗൂസ് ബംസ് വരണേ. എന്റെ അമ്മോ. എന്റെ ആളെയാ, ഞാൻ പടക്കം പൊട്ടിച്ചൊന്ന്. അതല്ലേ എന്റെ അമ്മോ. ഇത് 2011 വേൾഡ് കപ്പ്? 2011 എന്ന് പറയുമ്പോ എനിക്ക് എത്ര വയസ്സുണ്ടെന്ന്? എനിക്ക് 28 വയസ്സ്. ഇപ്പൊ 2025, 14 വർഷം ബാക്ക്. എനിക്ക് 14 വയസ്സുള്ളപ്പോഴായിരുന്നു ഇത്. 14 വയസ്സുള്ളപ്പോ. ഓ എന്റെ അമ്മോ. പക്ഷെ വേറൊരു കാര്യം ഉണ്ടറാ, ഇതിലെല്ലാരും ആ സമയത്ത് ഒരു ഹീറോയിക് സാധനം കിട്ടാതെ പോയ ഒരു പെർഫോമർ ഉണ്ട് ഇതില്. ഗൗതം ഗംഭീർ ആണ് ഈ കളി ഇവിടെ എത്തിച്ചത്, മനസ്സിലായ? പുള്ളിയാണ് ഈ കളി ഇവിടെ എത്തിക്കുന്നത്. ലാസ്റ്റില് ഈ ഒരു ലെവലിലോട്ട് കൊണ്ടുവരുന്ന പുള്ളിയാ. ആ മാച്ചിൽ അത്രയും ലൈക്ക് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ആള്, പറയാതിരിക്കാൻ വയ്യ. എനിക്ക് 3 വയസ്സ്, 10 വയസ്സ്, 1 വയസ്സൊന്നും. ബെസ്റ്റ് ഫൈനൽ എവർ. സത്യം. Earned, not given. 9 വയസ്സ്, 8 വയസ്സ്. ഇത് മറ്റേ പയ്യനല്ലേ വീട്ടുകാരൻ? ചക്കൻ ബൈക്കെടുത്തേട്ടാ. അവൻ ഇവിടെ ഡിസ്കോഡില് വീഡിയോ ഒക്കെ ഇട്ടിട്ട് പയ്യൻ വർക്ക്സ് ഒക്കെ എടുത്ത് ചെയ്ത് നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ടോ. ഒരു പടം വരയ്ക്കാൻ എത്ര ദിവസം എടുക്കുമായിരിക്കും അറിയാവോ? അതെ, ഏൺഡ് നോട്ട് ഗിവൺ. ചെറുക്കൻ ബൈക്ക് എടുത്തേ. കൺഗ്രാറ്റ്സ്റാ. സേഫ് ആയിട്ടൊക്കെ ഓടിക്കണം കേട്ടാ. ഓൾവേസ് വിയർ ഹെൽമെറ്റ്. നമ്മൾ ഈ മലയാളികളില്ലേ, ഈ ദൈവത്തിനെ കാണാൻ വേണ്ടിട്ട് കഷ്ടപ്പെട്ട് ശബരിമലയിലും ഗുരുവായൂരൊക്കെ പോകും. എന്നിട്ടോ ആടെ നിന്നിട്ട് കണ്ണിറക്കും അല്ലേ? പക്ഷെ നമ്മൾ കണ്ണ് തുറന്നിട്ട് കാണുന്ന ഒരേ ഒരു ദൈവമേ ഉള്ളൂ ചില ആൾക്കാർക്ക്. അതിലിപ്പോ അങ്ങനത്തെ കാറ്റഗറിപ്പെട്ട ഒരാളാണ് നിങ്ങള്. നിങ്ങൾ നിങ്ങൾ ഈ പുറകിലേക്ക് സോപ്പ് ഉപ്പായിട്ടുള്ള ലൈവിന്റെ ഇൻകം അങ്ങോട്ട് ഇറക്കിയല്ലേ? എന്റെ പേര് പാർത്ഥിബൻ. എന്റെ പേര് ലിയോ എന്നല്ല. നീതിക്ക് നമുക്ക് സംസാരിക്കാം. ലിയോ ഏത് ലിയോ? ഇരുന്നാലും നിന്നാലും ഞാൻ പാർത്ഥിബൻ. ലിയോ വേണ്ട, നീ ലിയോ ആണെന്ന് സമ്മതിക്ക്. ഞാൻ പാർത്ഥിബൻ. എന്നാ ഞാൻ തിരിച്ച് പാലക്കാടക്ക് പോവാ. അതന്നെയാണ് നല്ലത്. എന്തൊട്ട് പേര് കെട്ടിയെഴുന്നള്ള എന്റെ ഉദ്ദേശം ഒന്നില്ല പാർട്ടി. വീടിന്റെ ഭാഗം ഒപ്പിട്ട് നടക്കല്ലേ? അപ്പൊ എല്ലാ മക്കൾക്കും ഷെയർ കൊടുക്കുകയാണ്. അല്ല അച്ഛാ, ഞാൻ തന്നെ ലിയോ, ഞാൻ മാത്രാണ് ലിയോ. നീയാണോ സോമക്കണ്ണ പറഞ്ഞത് നീ തൃശ്ശൂരിന്റെ പൊന്നുണിയാണെന്ന്? ഇപ്പൊ നീ പാലക്കാടിന്റെ കുഞ്ഞുണിയായ? അച്ഛാ വേണ്ട, ചതിക്കല്ലേ പൊന്നുമല ചതിക്കല്ലേ. എനിക്ക് നിങ്ങൾ അറിയാണ്ടാണ്. നിങ്ങളുടെ പേര് ആന്റണി ദാസ്, എന്റെ ജ്യേഷ്ഠൻ ഹാരോൾ ദാസ്, എന്റെ അനുജത്തി മുംദാസ്. അല്ല, ഞാൻ ഞാൻ ഡൗട്ടായിട്ട് ചോദിക്കുവാണേ. ഈ ട്രിവാൻഡ്രത്ത് ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള ആൾക്കാർ മാത്രമേ ഇപ്പൊ എന്തൊരു ഇതെന്നൊക്കെ പറയുള്ളൂ, അതുപോലെയാണോ ഈ പാലക്കാട് എല്ലാരും ഇങ്ങനെയാണോ സംസാരിക്കണത്? അതോ ഇല്ല ഇങ്ങനെയല്ല.
ഞാൻ പാലക്കാടാണ്, എനിക്കറിയാം. ഒരു പർട്ടിക്കുലർ ഞാൻ സംസാരിക്കാറുള്ളൂ. അല്ല ഇത് അപ്പൊ ആരെ ഇത് പറയണേ, ഈ ടോൺ സംസാരിക്കണേ? കൊല്ലംകോട് ആ സൈഡിക്ക് തമിഴ്നാട് അങ്ങോട്ട് ചേരും. തമിഴ്നാട് കൊല്ലംകോട് എന്ന് പറയില്ലേ? തമിഴ്നാട് ഏരിയ അല്ലേ നമ്മുടെ പാലക്കാട്, മീൻസ് കോയമ്പത്തൂർ ആ സൈഡ് പോലെ. ഇങ്ങനെ പഴയ ആൾക്കാർ കന്യാകുമാരി സൈഡാണ് അങ്ങനെ സംസാരിക്കുന്നതെന്ന്. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ഒരു ഡൗട്ടായിട്ട് ചോദിച്ചതാണ്. ഇത് മുകേഷിന്റെ അമ്മയായിട്ട് ചെയ്തിട്ടുണ്ട്, ലാലേട്ടന്റെ അമ്മയായിട്ട് ചെയ്തിട്ടുണ്ട്, നിവിൻ പോളിന്റെ അമ്മയായിട്ട് തകർത്തിട്ടുണ്ട്, ആരുടെ അമ്മയായിട്ട് അഭിനയിച്ച ഭയങ്കര ഈ പറഞ്ഞ പോലെ ഒരു കെമിസ്ട്രി തോന്നിയിട്ടുള്ള നിവിൻ. സിന്ദൂര പൊട്ടു തൊടുമ്പോൾ നല്ല നെറ്റിയിലെന്നും എന്താണ് അവരെ ഇളക്കം? എന്താ ഇളക്കി കൂടെ വാത്സല്യ തിരയിളകും എന്റെ പൊന്നു തള്ളേ അമ്മേ ആരമ്മ ശോഭ എന്റെ അമ്മയെ വിളിക്കുന്നത്? എന്റെ അമ്മേനെ ഞാനല്ലാതെ വേറെ ആരും എനിക്ക് ഇഷ്ടമല്ല. അമ്മ വിളിച്ചിരുന്നു. ആണോ? ആരുടെ അമ്മ? ദിനേശിനമ്മ. എന്റെ അമ്മയോ? നല്ല പടം, എനിക്ക് ഇഷ്ടമാണത്. അണ്ണാ മിസ്സിനെ വരച്ച കൊള്ളാവോ? നൈസറാ, കൊള്ളാം 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 കൊള്ളാം, അടിപൊളി അടിപൊളി അടിപൊളി. When TVA face PL issues in wartime. കത്തന്ന് എന്തൊരു കത്തലാണ് ഇത് തേങ്ങ. ഭയങ്കര